അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപകാരപ്രദമായ അറിവുകൾ എന്ന വിഷയത്തിൽ 26ാമത്തെ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജല്ലാഹി വലം യർഫസ് വലം യഫ്സുഖ് റജാ കയൗമി വലദത്തുഹു ഉമ്മുഹു. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ വലം യർഫസ്, അതിൽ ലൈംഗികമായ മോശമായ കാര്യങ്ങളൊന്നുമില്ലാതെ, വലം യർഫുസ്, കുറ്റകൃത്യങ്ങളൊന്നും ഉൾപ്പെടാതെ, റജ, അവൻ മടങ്ങുന്നത് കയൗമി വലദത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ പ്രസവിച്ച ആ ദിവസത്തെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകാര്യയോഗ്യമായ ഹജ്ജിനെ സംബന്ധിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തന്നത്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, അതിൽ യാതൊരുവിധ അനാവശ്യവുമില്ല, പ്രത്യേകിച്ച് ലൈംഗികമായ മോശമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും ഉൾപ്പെട്ടില്ല. അതേപോലെ തന്നെ മോശമായ ഒരു കാര്യവും, ഒരു കുറ്റകൃത്യവും, കുറ്റമെന്ന് പറയാവുന്ന ഒരു കാര്യവും ചെയ്യാതെ, കുറ്റങ്ങൾ ചെയ്യാതെ, അതുപോലെ തന്നെ മോശമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളില്ലാതെ ഒരാൾക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധിച്ചാൽ അയാൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തുന്നത് കയൗമി വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുഞ്ഞ് ആ ദിവസം എങ്ങനെയായിരുന്നോ, പാപരഹിതമായ, കുറ്റകൃത്യങ്ങളില്ലാതെ, അനാവശ്യങ്ങളില്ലാതെ, ഒന്നും അറിയാത്ത ആ പിഞ്ചു പൈതൽ എങ്ങനെയാണോ വന്നത്, ഭൂമിയിലേക്ക് വന്നത്, അതേ രൂപത്തിലായിരിക്കും വരിക എന്നുള്ളതാണ്. അതിനു മുമ്പ് പ്രവർത്തിച്ച എല്ലാ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിൽ നിന്ന് നീക്കും. എല്ലാ കുറ്റകൃത്യങ്ങളും മായ്ച്ചു കൊടുക്കും. എല്ലാ അനാവശ്യ സംസാരങ്ങളും അനാവശ്യ പ്രവർത്തനങ്ങളും അല്ലാഹു അതിൽ നിന്ന് അദ്ദേഹത്തിന് നീക്കം ചെയ്യും. പക്ഷേ ആ ഹജ്ജ് കർമ്മ ആ വേളയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവാൻ പാടില്ല. വലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഈ റഫത്ത്, ഫുസൂഖ്, ജിദാൽ ഇതൊക്കെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരാളിൽ നിന്ന് മാറി നിൽക്കണം, ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ലൈംഗികമായ മോശമായ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അയാളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. കൂടെ തന്നെ അയാൾ തർക്കങ്ങളിലും അതുപോലുള്ള പരസ്പരമുള്ള വിവാദങ്ങളിലൊന്നും ഉൾപ്പെടാൻ പാടില്ല. ആ നിലക്ക് ഹജ്ജ് ചെയ്ത് പൂർത്തിയാക്കി തിരിച്ചു വരാൻ പറ്റിയാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിർമ്മലനായി, പാപരഹിതനായി അയാൾക്ക് നാട്ടിൽ മടങ്ങിയെത്താൻ സാധിക്കും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ലക്ഷങ്ങളുണ്ട്. അവരുടെയൊക്കെ ഹജ്ജ് ഈ രൂപത്തിലാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തർക്കങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ അവിടെ ഈ അനാവശ്യമായ ചിന്തകളോ പ്രവർത്തനങ്ങളോ ഉണ്ടാവാൻ പാടില്ല. ഒപ്പം കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇങ്ങനെ ഉള്ള ആ ഒരു പരിശുദ്ധി പ്രാപിച്ചു കിട്ടാൻ നമ്മളുടെ പ്രാർത്ഥനകൾ വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പോയ ആളുകൾക്കൊക്കെ ഈ തലക്ക് ഉള്ള നല്ല, അള്ളാഹു സ്വീകരിച്ച ഹജ്ജ്, സ്വീകരിച്ച ഉംറ നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു ത്വാഖത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതുപോലുള്ള ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.